ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 78-ാമത്തെ അധ്യായം. ഭഗവാൻ സൗഭരനെയും സാൽവതമൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാരായ ദന്തഭക്തൻ മുതലായിട്ടുള്ള ആസുരിക സ്വഭാവമുള്ള രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ വരികയും അവരെയൊക്കെ വധിക്കുന്നതും ബൽവലൻ എന്നുള്ളവരെയൊക്കെ വധിക്കുന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം പവാർണവാ. ശ്രീമദ്ഭാഗവതാഖ്യോ പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്മി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 78-ാമത്തെ അധ്യായം. അത് ദശമസ്കന്ധ അഷ്ടാസപ്തതിതമോധ്യായ. ശ്രീശുഗോവാച. ശിശുപാലസ്യ സാൽവസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതി പരലോകദധാനാം ച കുർവൻ പാരോക്ഷ്യ സൗഹൃദം. നമോ ഭഗവതേ വാസുദേവായ. ഏകപദാദി സംക്രുദ്ധോ ഗദാപാണിപ്രകമ്പയൻ പദ്ഭ്യാമിമം മഹാരാജ മഹാസക്തോ വ്യദുഷ്യത. തന്തദായാന്തമാലോക്യ ഗദാമാദായ സത്വരാ അവപ്ലുത്യ രഥാത് കൃഷ്ണ സിന്ധും വേലേവ പ്രത്യഥാത്. ഗദാമുദ്ഗമ്യകാരുഷോ മുകുന്ദം പ്രാഹ ദുർമദാ ദിഷ്ട്യാ ഭവാനസ്യ മമ ദൃഷ്ടിപദം ഗദ. ത്വം മാതുലേയോ ന കൃഷ്ണ മിത്രദുർഗം ജിഗാംസസി അധസ്ത്വം ഗദയാ മന്ദ ഹനിഷ്യേ വജ്രകൽപ്പയാ. തർഹാന്യാന്യ മുപൈമജ്ഞ മിത്രാണാം മിത്രവത്സലാ ബന്ധൂരുപമരീം ഹത്വാ വ്യാധിം ദേഹചരം യഥാ. ഏവം രൂക്ഷീ സ്തുതൻ വാക്യേ കൃഷ്ണം തോത്രൈരിവദ്ഭിപം ഗദയാ താടയാ മൂർധ്നി സിംഹവത് വിനദച്ഛസ. ഗദയാ വിഹതോപ്യാജോ ന ച പാലയദുദ്ദഹ കൃഷ്ണോ വിലമഹൻ ഗുർവ്യാ കൗമോദക്യസ്തനന്തരേ. യഥാ നിർഭിന്ന ഹൃദയാ ഉദ്ദമന്തുധിരമുഖാത് പ്രസാര്യ കേശബാഹ്വാം ക്വീൻ ധരണ്യാം നൃപതസ്യസാ. ജയവിജയന്മാരുടെ ഒരു ജന്മമാണ്, അവസാനത്തെ ജന്മമാണ് ഈ ശിശുപാലനും ദന്തവക്രനും ഈ ജന്മത്തോടു കൂടി ഭഗവാനിലേക്ക് മോക്ഷം ലഭിച്ച് പോകുന്നതാണ് പാരായണം ചെയ്യുന്നത്. ഭഗവാൻ ദന്തവക്രനെ വധിക്കുന്ന ഭാഗമാണ്. ഓം തത്സത്. തദസൂക്ഷ്മതരം ജ്യോതി കൃഷ്ണമാവിശരദ്ബുധം പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവതീ നൃപ. വിദൂരദസ്തു തദ്ഭ്രാത ഭ്രാതശോക പരിപ്ലുത ആഗച്ഛതസ്യ ചമാഭ്യാമച്ച സംസ്ഥജിഹംസയാ. തസ്യം ചാപതദ കൃഷ്ണ ചക്രേണ ക്ഷുരനേമിനാം ശിരോജഹാര രാജേന്ദ്ര സകിരീടം സകുണ്ടലം. ഏവം സൗഭം ച സാൽവം ച ദന്തവക്രം സഹാനുജം
അത്വാദുർവിഷഹാന്യീരീഡിതസുരമാനവൈ മുനിഭിർസിദ്ധ ഗന്ധർവൈ വിദ്യാധര മഹോരകൈ അപ്സരോഭിപ്യുതിഗണൈ യക്ഷൈക്കിന്നരചാരണൈ ഭഗീയമാന വിജയ കുസുമൈരഭിവർഷിത ഹൃദസ്സ വൃഷ്ണിപ്രാരേർവിശാലംകൃതാം പുരീ. ഇപ്രകാരം ഭഗവാൻ സൗബനെയും സാലിനെയും ദന്തവക്രനെയും മറ്റുള്ള അനുജന്മാരെയും എല്ലാം വധിച്ച് എല്ലാവർക്കും വളരെ സന്തോഷമായി ഇന്ന് പാരായണം ചെയ്യുകയാണ്. ഏവം യോഗീശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വര ഈയതേ പശുദൃഷ്ടീനാം നിർജിതോ ജയദീദിസ. ശ്രുത്വാ യുദ്ധ്യോദ്യമം രാമ കുരുണം സഹ പാണ്ഡവൈ തീർത്ഥാഭിഷേകം വ്യാജേന മധ്യസ്ഥപ്രയോ കില. സ്നാത്വാ പ്രഭാസേ സന്ദർഭ്യം ദേവർഷി പിതൃമാനവാൻ സരസ്വതീം പ്രതിശ്രോതം യയോ ബ്രാഹ്മണ സമൃദ്ധ. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങുവാൻ പോകുന്നതാണെന്നറിഞ്ഞ് അതിലിഷ്ടമില്ലാത്ത ബലരാമസ്വാമി തീർത്ഥാടനത്തിന് പോകുന്നതും അവിടെ വെച്ച് അറിയാതെ സൂതനെ വധിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രത്തിനെ തന്നെ കഥ പറയാനാക്കുന്നതും വല്ലുവിനെ വധിക്കുന്നതും ഒക്കെയാണ് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാത്വാ പ്രഭാസന്ദർഭേ ദേവർഷി പിതൃമാനവാൻ സരസ്വതീം പ്രതിശ്രോതം അതന്നെയല്ലേ യയോ ബ്രാഹ്മണ സമൃദ്ധ. ഉദൂദകം ബിന്ദു സരസ്ഥിതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ച ചക്രം പ്രാചീം സരസ്വതീം. യമുനാമനുയാന്യേവ ഗംഗാമന്യു ച ഭാരത ജഗാമ നൈമിഷം തത്ര ഋഷയസത്രമാസതേ. ഓം ശ്രീകൃഷ്ണായ നമ. ബലരാമസ്വാമി സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. തമാഗതമവിപ്രീത്യ മുനയോ ദീർഘസത്രിണ അഭിനന്ദ്യ യഥാന്യായം പ്രണമോത്ഥായ ചർച്ചയൻ. സ്വോത്ഥിതസപരീവാരകൃതാസന പരിഗ്രഹ യോമഹർഷണമാസീനം മഹർഷേഷിച്യമൈക്ഷത. പ്രത്യുത്ഥായനം സൂതാ മകൃത്യ പ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാം സുഖോപൂദീക്ഷ്യ മാധവ. കസ്മാദസാ വിമാൻ വിപ്രാൻ അധ്യാസ്തേ പ്രതിലോമജ ധർമ്മപാലാം തദൈവാസ്മാൻ പദമർഹതി ദുർമതി. വിഷയേർഭഗവതോ ഭൂത്വാ ശിഷ്യോദിത്യ ബഹൂനി ച സേതിഹാസപുരാണാനി ധർമ്മശാസ്ത്രാണി സർവശ. അദാന്തസ്യ വിനീതസ്യാം വൃഥാ പണ്ഡിതമാനിന ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാജിതാത്മന. സൂതൻ എഴുന്നേറ്റ് വന്നിരിക്കാതിരുന്നപ്പോൾ വളരെയേറെ ചിന്തിച്ചിട്ട് തന്നെ ബലരാമസ്വാമി ആ സൂതനെ വധിക്കുകയാണ്. എന്നാൽ മുനിമാർ അദ്ദേഹത്തോട് എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എഴുന്നേൽക്കാതിരുന്നതും. ഓം തസ്സത് ഏതദത്തോ ഹി ലോകൈസ്മിൻ അവതാരോ മയാ കൃത പദ്യാമി ധർമ്മദ്വിജനസ്തേഹി പാദകിനോദികാഃ. ഏതാവദുക്ത ഭഗവാൻ നിമിത്തോ സദ്ദദാദവി ഭാവിത്വാത്തം കുശാഗ്രേണ കരസ്തേനാഹനത് പ്രഭു. അഹേദിവാദിന സർവേ മുനയക്കിന്യമാനസ ഊജു സംഘർഷണം ദേവമധർമ്മത്തെ കൃതപ്രഭോ. അധർമ്മം ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുനിമാർ ബലരാമസ്വാമിയോട് പറയുകയാണ്. അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിർയദുനന്ദന ആയുശ്ചാത്മക്ലമം താവത് യാവത് സത്രം സമാപ്യതേ. അജാനതൈവാചരിതസ്ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാംനായോഭിനിയാമക. യദ്ബ്രഹ്മഹത്യായ പാവനം ലോകപാവനാചരിഷ്യതി ഭവാം ലോകസ്തംഗ്രഹോനന്യചോദിത. സാധാരണ മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ ബ്രാഹ്മണവധം ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് മുനിമാർ ബലരാമസ്വാമിയോട് പറയുകയാണ്. എന്നാൽ നമ്മൾ സാധാരണ മനുഷ്യരുടെ കാര്യങ്ങൾ ഭഗവാന്റെ കാര്യത്തിൽ ന്യായമായിട്ട് വിവരിക്കുകയില്ല. ഭഗവാന്റെ ന്യായങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ശ്രീ ഭഗവാനുവാച ഹരിഷ്യേവത നിർവേശം ലോകാനുഗ്രഹ കാമ്യയ നിയമപ്രദമേ കൽപ്പേ യാവാൻ സതു വിധീയതാം. ദീർഘമായുർഭദേതസ്യ സത്വമിന്ദ്രിയമേവ ച ആശാസിതം യത്തദ്രോധ സാധീ യോഗമായയാ. ഋഷയൗജോ അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേദ്രജ സത്യം തഥാ രാമവിധീയതാം. ഓം തസ്സത്. അദ്ദേഹത്തിനൊരു പുത്രൻ ഉണ്ടാക്കി ആ പുത്രനെ കൊണ്ട് ആ കഥ പറയുകയാണ് ഭഗവാൻ.
ശ്രീഭഗവാനുവാച ആത്മാവി പുത്ര ഉത്പന്ന ഇതി വേദാനുശാസനം തസ്മാദസ്യ ഭവേത് ഭക്ത ആയുരിന്ദ്രിയ സത്വവാൻ. കിം വ കാമോ മുനിശ്രേഷ്ഠാ ബ്രൂതാഹം കരവണ്യഥാ അജാനസ്തപരിജം യഥാ മേ ചിന്തിതം ബുധാ. വിഷയോജോ ഇല്വലസ്യ സ്വദോഘോരോ ബല്ലലോ നാമ ദാനവ ന ദൂഷയതി സത്പർവണി പർവണി. തം പാപം ചെയ്താസാട്ട തന്ന ശുശ്രൂഷണം വരം ഭൂയശോണിത വിന്മൂത്ര സുരാമാസാദിവർഷിണം. തതശ്ച ഭാരതം വർഷം പരീക്ഷ്യസ്തു സമാഹിത ചരിത്വാ ദ്വാദശമാസാം തീർത്ഥസ്നായി വിശുദ്ധ്യസേ. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവചരിതേ ബൽവലവധോപക്രമോ നാമ അഷ്ടസപ്തതിതമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത കീർത്തന ശ്ലോകം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ഇംഗിണി പദ കമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയ ദളനീര ദേവാ ജയ ജയ ഭാഗവത. ഗതിനവനീത ഹര കൃഷ്ണ കരുണീ ചിത്തഹര ജയയാ പാലയ ദാമോദര ഹരി തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീജന രമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത തുതിവരദ ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജ്യ പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണുഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഇദം ശബ്ദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരം